ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പ്രയാഗിലെ ത്രിവേണി സംഗമത്തിനടുത്തായിട്ടുള്ള അക്ബർ കോട്ടയാണ് നമ്മൾ ഈ കാണുന്നത്. യമുന നദിക്കരയിലേക്ക് തള്ളി നിൽക്കുന്ന അക്ബർ കോട്ട. നമുക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശനമില്ല. ഇന്നിത് ആർമിയുടെ കൺട്രോളിലാണ്. മുഗളന്മാരുടെ ഭരണകാലത്ത് 1583 അക്ബർ ചക്രവർത്തി പണികഴിപ്പിച്ചതാണ് ഈ കോട്ട. അക്ബർ കോട്ടയ്ക്കുള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ലെങ്കിലും ഇവിടെ കാണാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രയാഗ്രാജിലെ ഈ അക്ബർ കോട്ടയുടെ അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അതിശ്രേഷ്ഠമായ അക്ഷയവത് എന്നൊരു ആൽമരമുണ്ട്. യുഗങ്ങളായിട്ട് നശിക്കാതെ നിൽക്കുന്ന ഒരാൽമരം. അത് കാണാനായിട്ടാണ് എല്ലാവരും ഈ പോകുന്നത്. പുതുതായിട്ട് പണിത അക്ഷയവട് കോറിഡോറിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നത്. ഞങ്ങൾ ചെന്ന ദിവസങ്ങളെല്ലാം ഹോളി ആഘോഷത്തിൻ്റെ ബഹളത്തിലായിരുന്നു, അവധി ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് അല്പം തിരക്ക് കുറവാണ്. ഏത് മഹാപ്രളയം വന്നാലും നശിക്കില്ല എന്ന് വിശ്വസിക്കുന്ന അക്ഷയവട് അത് നമുക്ക് കാണാം. മാർക്കണ്ഡേയ മഹർഷിക്ക് വിഷ്ണു ഭഗവാൻ ദർശനം കൊടുത്തുവെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇന്ത്യയുടെ പൈതൃകമായിട്ട് കണക്കാക്കുന്ന അക്ഷയവത് വൃക്ഷം ഇന്നത് ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറിയിട്ടുണ്ട്. വനവാസക്കാലത്ത് ശ്രീരാമദേവൻ സന്ദർശിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്ന സ്ഥലമാണ്. ആത്മീയ പ്രാധാന്യമുള്ള അക്ഷയവത് പ്രയാഗ്രാജിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി തന്നെ മാറിയിട്ടുണ്ട്. മുൻപ് അലഹബാദ് എന്നറിയപ്പെട്ടുന്ന പ്രയാഗ്രാജ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്ഥലമാണിത്. ഹിന്ദു പുരാണങ്ങളിൽ മഹാഭാരതത്തിലൊക്കെ പരാമർശിച്ചിട്ടുള്ള അതിപുരാതനമായ ഒരു വടവൃക്ഷമാണിത്. ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ കണ്ടില്ലേ, അങ്ങ് വളർന്ന് ആ ഒരു പ്രദേശം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. ശിഖരങ്ങളും അതുപോലെ അതിൻ്റെ വേരുകളും ഒക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് തരുന്നുണ്ട്. 3500 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ആൽമരമാണെന്നാണ് പറയുന്നത്. ഈ പഴക്കം ചെന്ന ആൽമരം വിഷ്ണു ഭഗവാനെ എന്ന പോലെ തന്നെ ഭക്തർ കണക്കാക്കുന്നു, ഭജിക്കുന്നു. ഗംഗയും യമുനയും സരസ്വതിയും ചേർന്നൊഴുകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂമിയും ഋഗ്വേദത്തിൻ്റെ നാടുമെന്ന് അറിയപ്പെടുന്ന പ്രയാഗിൽ ഇനിയും മനോഹരമായ ഒത്തിരി സ്ഥലങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഉണ്ട്. കോട്ടയുടെ ഭാഗമായിട്ട് കാണുന്ന പീരങ്കിയൊക്കെ നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം. ഇന്ത്യയിൽ ആദ്യ ജനവാസം തുടങ്ങിയ നാടുകളിലൊന്നായിട്ട് പറയുന്നത് പ്രയാഗിനെയാണ്. അപ്പോൾ നമുക്ക് ഈ അക്ബർ കോട്ടയുടെ ഒരു വശത്തൂടെ നമുക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമുണ്ട്. ഇതല്ലാതെ ഇവിടെ ഒരു പാതാളപുരി ക്ഷേത്രമുണ്ട്, ഒരു ഭൂഗർഭ ക്ഷേത്രം. എല്ലാവരും ആ ക്ഷേത്രവും കണ്ടു തൊഴാനായിട്ട് പോയി. ഞാൻ അല്പം നടന്ന് ക്ഷീണം തോന്നിയത് കൊണ്ട് ഇവിടെ വരെ എത്തിയുള്ളൂ. അക്ബർ കോട്ട ഉണ്ടാകുന്നതിന് മുൻപുള്ള ക്ഷേത്രമാണത്. മഹർഷിമാരൊക്കെ തപസ്സിരുന്നെന്ന് പറയപ്പെടുന്ന ക്ഷേത്രം. മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നീട് ഞങ്ങൾ പോയത് ത്രിവേണി സംഗമത്തിനടുത്ത് തന്നെയുള്ള ബഡേ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ്. വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ഗോപുരമൊക്കെ കാണാൻ കഴിയും. കോട്ടയുടെ പുറത്ത് ഒരു വശത്തൂടെയുള്ള റോഡിൽ കൂടെയാണ് ഞങ്ങൾ നടന്നെത്തിയത്. ഞങ്ങൾ ചെന്നപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. 4:30 തുറക്കത്തുള്ളായിരുന്നു. എന്തായാലും ഗേറ്റ് തുറന്ന് കിട്ടി. ഞങ്ങളങ്ങനെ അകത്ത് കടന്നു. വലിയ തിരക്ക് വരുന്നതേ ഉള്ളായിരുന്നുവെങ്കിലും ക്യൂവിൽ നിന്ന് തന്നെ വേണം നമ്മൾ അകത്തേക്ക് പോവാൻ. ഇരുവശങ്ങളിലും 2 വലിയ ഗോപുരവും അതുപോലെ ഗേറ്റുമൊക്കെയുള്ള വലിയ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ബഡേ ഹനുമാൻ ക്ഷേത്രം അല്ലെങ്കിൽ പാതാള ഹനുമാൻ ക്ഷേത്രം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇവിടെയും നല്ല തിരക്ക് കുറവുള്ള സമയമായിരുന്നു. സാധാരണ തിരക്കുള്ള സമയത്തൊക്കെയാണെങ്കിൽ 4-5 മണിക്കൂറൊക്കെ നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരുമെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുതിറങ്ങി. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം കയറാവുന്ന തരത്തിലുള്ള ഒരു പ്രവേശ കവാടത്തിലൂടെയാണ് അകത്ത് കയറിയത്. ഭൂമി നിരപ്പിൽ നിന്നും കുറേ താഴേക്ക് ഇറങ്ങിച്ചെന്നാലേ നമുക്ക് പ്രതിഷ്ഠ കാണാൻ പറ്റൂ. 20 അടി നീളവും 8 അടി വീതിയുമുള്ള വലിയൊരു പ്രതിഷ്ഠയാണ് ഹനുമാൻ്റേത് അവിടെ. അത് നിവർന്ന് കിടക്കുന്ന തരത്തിലുള്ള, മലർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് കണ്ടത്.
ഇവിടുത്തെയൊക്കെ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് കൂടുതലും ലഡുവാണ്. അങ്ങനെ ലഡു പ്രസാദമൊക്കെ നൽകി എന്ത് പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ നടത്തിത്തരുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ ആഞ്ജനേയനെ തൊഴുത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം സന്ധ്യയോടെ അടുത്തിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് ശ്രീ ആദിശങ്കരാചാര്യ വിമാൻ മണ്ഡപം കാണാനാണ്. ഒരു 4-5 നിലയിലുള്ള ഒരു വലിയ ക്ഷേത്രമാണ്. 130 അടിയോളം പൊക്കത്തിലുള്ള ഒരു വലിയ ക്ഷേത്ര സമുച്ചയം. സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നിർമ്മാണ രീതിയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊന്നും വലിയതായിട്ട് വീഡിയോ പിടിച്ചില്ല. ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രയാഗ് നഗരം മുഴുവൻ നമുക്ക് വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന സുന്ദരമായ കാഴ്ച കണ്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.